നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സിംഗപ്പൂർ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി ഇന്ധന ഇറക്കുമതിയും ഊർജ്ജ സുരക്ഷയും സംബന്ധിച്ച് നിർണായക ചർച്ചകൾ നടത്തുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി സ്ഥിരീകരിച്ചു. വ്യാഴാഴ്ച സിംഗപ്പൂരിലെത്തുന്ന അദ്ദേഹം വെള്ളിയാഴ്ച നടക്കുന്ന വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. പെട്രോൾ, ഡീസൽ, LNG എന്നിവയുടെ വ്യാപാരം സുരക്ഷിതമാക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ വിതരണ ശൃംഖല കൂടുതൽ ശക്തമാക്കുന്നതിനും ഈ കൂടിക്കാഴ്ച മുൻഗണന നൽകും. ഫോണിലൂടെയുള്ള ആശയവിനിമയത്തെക്കാൾ നേരിട്ടുള്ള ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി വ്യക്തമാക്കി. സിംഗപ്പൂരിൽ നിന്നുള്ള ഇന്ധന ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ഊർജ്ജ പ്രതിസന്ധികളെ നേരിടുന്നതിനും ഇരു രാജ്യങ്ങളും നേരത്തെ തന്നെ സംയുക്തമായി പ്രതിജ്ഞാബദ്ധത പ്രകടിപ്പിച്ചിരുന്നു. രാജ്യത്തെ ഇന്ധനക്ഷാമം പരിഹരിക്കപ്പെടുന്നതായും സർവീസ് സ്റ്റേഷനുകളിലെ ഇന്ധന ലഭ്യത വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഈസ്റ്റർ അവധി ദിനങ്ങളിൽ ഇന്ധനത്തിനായുള്ള ആവശ്യം കഴിഞ്ഞ വർഷത്തേക്കാൾ 30% വർദ്ധിച്ചിട്ടും രാജ്യത്ത് ഉടനീളം ഇന്ധനമില്ലാത്ത സ്റ്റേഷനുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി ഊർജ്ജമന്ത്രി ക്രിസ് ബോവൻ വ്യക്തമാക്കി. സിഡ്നിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഓരോ സംസ്ഥാനത്തെയും കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടത്. ന്യൂ സൌത്ത് വെയിൽസിൽ ഡീസൽ ഇല്ലാത്ത സ്റ്റേഷനുകളുടെ എണ്ണം 125 കുറഞ്ഞു. ഇത് ആകെ സ്റ്റേഷനുകളുടെ 5% മാത്രമാണ്. വിക്ടോറിയയിൽ ഇത് 2% താഴ്ന്നിട്ടുണ്ട്. ക്യൂൻസ്ലൻഡിലും ഡീസൽ ഇല്ലാത്ത സ്റ്റേഷനുകൾ 2% താഴെയാണ്. സൌത്ത് ഓസ്ട്രേലിയയിൽ 7 വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ 20 സ്റ്റേഷനുകളിൽ മാത്രമാണ് ഇപ്പോൾ ഡീസൽ ക്ഷാമമുള്ളത്. പെട്രോൾ ലഭ്യതയിലും സമാനമായ പുരോഗതിയുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇന്ധന കപ്പലുകൾ എത്തുന്നതോടെ സ്ഥിതിഗതികൾ പൂർണ്ണമായും സാധാരണ നിലയിലാകുമെന്നും ക്രിസ് ബോവൻ അറിയിച്ചു. യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയായ വിക്ടോറിയ ക്രോസ് ജേതാവ് ബെൻ റോബോട്ട് സ്മിത്തിനെ സിഡ്നി വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച രാവിലെയാണ് 47-കാരനായ മുൻ സൈനികനെ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അഫ്ഗാനിസ്ഥാനിലെ സേവനത്തിനിടെ നിരായുധരായ സാധാരണക്കാരെ കൊലപ്പെടുത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ളത്. നേരത്തെ മാധ്യമങ്ങൾക്കെതിരെ റോബർട്ട് സ്മിത്ത് നൽകിയ അപകീർത്തി കേസിലെ കോടതി വിധി ഇദ്ദേഹത്തിന് തിരിച്ചടിയായിരുന്നു. സൈനിക സേവനത്തിനിടെ അദ്ദേഹം 4 കൊലപാതകങ്ങൾ നടത്തിയെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് കോടതി അപ്പീലുകൾ തള്ളിയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. ഇറ്റ്സ് അബൌട്ട് എ പ്യുവർ ആയുർവേദിക് ഓയിൽ കോൾഡ് രുദ്രകാന്തി ഓയിൽ. ദിവസവും രാവിലെ ഞാൻ ഈ ഒരു രുദ്രകാന്തി ഓയിൽ തേക്കുന്നുണ്ട്. ഗ്ലോ കിട്ടും, നമുക്കൊരു റിജുവിനേറ്റിംഗ് ഫീൽ ഉണ്ടാവും. ഡാർക്ക് സർക്കിൾസ്, പിഗ്മെന്റേഷൻ ഒക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഒരു 10-15 ദിവസമായിട്ടുള്ളൂ ഞാൻ തേക്കാൻ തുടങ്ങിയിട്ട്. തേച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര വ്യത്യാസം വന്നു. ഓയിൽ യൂസ് ചെയ്ത് അതിന്റെ നല്ല ഡിഫറൻസ് എനിക്കുണ്ട്. 4 ദിവസം കൊണ്ട് അത് മാറി. അതില്ല ഇപ്പൊ എനിക്ക്. എല്ലാവരും ആന്റി ഇതെന്താ ഉപയോഗിച്ചത്, ആന്റിയുടെ ഫേസിന് ഡിഫറൻസ്, ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. അത്ര ഒരു ഗംഭീരമായിട്ടോ ഇതൊരു പാവൻ ഡോക്ടർ ഉണ്ടാക്കുന്നത്, ഡോക്ടർ ലക്ഷ്മി. ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പ്രാദേശിക തലത്തിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫെയർഫീൽഡിലെ വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി സ്റ്റഡി ഹബിന് $3.2 ദശലക്ഷം നിക്ഷേപം പ്രഖ്യാപിച്ച സർക്കാർ. പ്രാദേശിക വിദ്യാർത്ഥികൾക്ക് സർവകലാശാല പഠനം അപ്രാപ്യമാണെന്ന തോന്നൽ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെയർഫീൽഡ് സ്റ്റഡി ഹബ് വികസിപ്പിക്കുന്നതെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. പുതിയ $3.2 ദശലക്ഷം നിക്ഷേപം വഴി ഹബിൽ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളും മികച്ച അധ്യാപക സേവനവും ലഭ്യമാക്കും. കഴിഞ്ഞ വർഷം സർവകലാശാലകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 4% വർധനവുണ്ടായിട്ടുണ്ട്. അടുത്ത വർഷം ഇത് റെക്കോർഡ് തലത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൌണ്ട് ഡ്രൂയിറ്റ്, എർമട്ടൺ, മക്വാലി ഫീൽഡ്സ് എന്നിവിടങ്ങളിലെ ഹബ്ബുകൾ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ലിവർപൂൾ ഹബ് വരും ആഴ്ചകളിൽ തുറക്കും. ഓസ്ട്രേലിയൻ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുകയാണ് സർവകലാശാലകൾ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി ജേസൺ ക്ലെയർ വ്യക്തമാക്കി. അതേസമയം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും നയതന്ത്ര ബന്ധങ്ങൾക്കും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. സർവകലാശാലയുടെ സംവിധാനങ്ങളുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനായി അടുത്ത വർഷം മുതൽ പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനം 2,95,000 നിജപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതൊരു പൂർണ്ണമായ നിരോധനമല്ലെന്നും മറിച്ച് വ്യവസ്ഥാപിതമായ ഒരു നിയന്ത്രണമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്ത കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകാനുള്ള ഓസ്ട്രേലിയയുടെ ശ്രമങ്ങൾ സജീവമായി തുടരുകയാണെന്ന് ക്രിസ് ബോവൻ അറിയിച്ചു. ഇതിനായി ഇതുവരെ $7 ദശലക്ഷം ചെലവഴിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ ഓസ്ട്രേലിയയ്ക്ക് മികച്ച പിന്തുണയുണ്ടെങ്കിലും വേദിക്കായി രംഗത്തുള്ള മറ്റൊരു രാജ്യമായ തുർക്കിയുടെ സമ്മതം കൂടി ലഭിച്ചാൽ മാത്രമേ ഓസ്ട്രേലിയയ്ക്ക് നറുക്ക് വീഴുകയുള്ളൂ.
ഇത് സംബന്ധിച്ച് തുർക്കി പ്രസിഡന്റുമായും മറ്റ് ഔദ്യോഗിക പ്രതിനിധികളുമായും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും മന്ത്രിമാരും സജീവ ചർച്ചകൾ നടത്തിവരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എവിടെ ആണെങ്കിലും ഓൺലൈനിൽ നമ്മുടെ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരാണെങ്കിലും മുനിസിപ്പാലിറ്റിയാണെങ്കിൽ 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. ജോലിക്ക് പോകുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ ഡേ കെയറുകളിൽ ദീർഘനേരം ചെലവഴിക്കുന്നത് അവരുടെ വൈകാരികവും സാമൂഹികവുമായ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ആഴ്ചയിൽ 40 മണിക്കൂറിൽ കൂടുതൽ ഡേ കെയറുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് സാമൂഹിക ഇടപെടലുകളും വൈകാരിക പക്വതയിലും വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് കണ്ടെത്തൽ. ഓസ്ട്രേലിയയിൽ ജനനം മുതൽ സ്കൂൾ കാലഘട്ടം വരെയുള്ള 2.74 ലക്ഷം കുട്ടികളെ നിരീക്ഷിച്ച് സർക്കാർ നടത്തിയ വിപുലമായ പഠനത്തിലാണ് ഈ വിവരങ്ങളുള്ളത്. ഗുണനിലവാരം കുറഞ്ഞ ഡേ കെയർ സെന്ററുകൾ ആഴ്ചയിൽ 30 മണിക്കൂറിലധികം ചിലവഴിക്കുന്ന കുട്ടികളിൽ പഠന വൈകല്യങ്ങളും പെരുമാറ്റ പ്രശ്നങ്ങളും കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഔദ്യോഗികമായ ചൈൽഡ് കെയർ സംവിധാനങ്ങളിൽ പോകാത്ത കുട്ടികളെ അപേക്ഷിച്ച് ഇത്തരം കുട്ടികളിൽ സാമൂഹികമായ പൊരുത്തപ്പെടലുകൾ കുറവാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ചന്ദ്രന്റെ തൊട്ടടുത്തെത്തി ചരിത്രം കുറിച്ച് ആർട്ടിമസ് 2 ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച സംഘമായി ഓറിയൺ പേടകത്തിലെ സംഘം മാറി. അപ്പോളോ 13 സഞ്ചരിച്ചതിനേക്കാൾ 6616 കിലോമീറ്റർ ദൂരം അധികമാണ് ആർട്ടിമസ് 2 ദൌത്യസംഘം സഞ്ചരിച്ചത്. ഇന്ത്യ സമയം ഇന്നലെ പുലർച്ചെ 4:32 ഓറിയൺ പേടകം ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയത്. 4,6788 കിലോമീറ്റർ ദൂരമാണ് പേടകം സഞ്ചരിച്ചത്. പേടകം ചന്ദ്രനെ ചുറ്റുകയും ചെയ്തു. 54 വർഷത്തിന് ശേഷമാണ് ചന്ദ്രന് പിന്നിലൂടെ ഒരു പേടകം യാത്ര ചെയ്യുന്നത്. കേരള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. സംസ്ഥാനത്തുടനീളം ഇന്നലെ നടന്ന കൊട്ടിക്കലാശത്തിൽ എല്ലാ മുന്നണികളും ആഘോഷമാക്കി. ഓരോ മണ്ഡലത്തിന്റെയും വിവിധ കേന്ദ്രങ്ങളിൽ ആവേശം വാനോളം ഉയർത്തി സ്ഥാനാർത്ഥികളും നേതാക്കളും അണികളും പരിപാടിയിൽ പങ്കുചേർന്നു. ഇന്ന് നടക്കുന്ന നിശബ്ദ പ്രചാരണത്തിന് ശേഷം നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. വലിയ പ്രതീക്ഷകളിലാണ് എല്ലാ മുന്നണികളും. Thinking of buying property? Watch this. On May 2nd at Bunjil Place, Nar Warren, Victoria. Builders, real estate agents, banks, finance specialists and legal experts, all available to guide you in person. Free advice, bank guidance, gift vouchers. This event could save you thousands. Entry free. Register now. Link below. എയർ ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ക്യാമ്പൽ വിൽസൺ രാജിവെച്ചു. പിൻഗാമിയെ കണ്ടെത്തുന്നതുവരെ ക്യാമ്പൽ തൽസ്ഥാനത്ത് തുടരുമെന്നാണ് വിവരം. ഈ വർഷം കമ്പനി വലിയ രീതിയിൽ നഷ്ടം നേരിട്ടിരുന്നു. ഇതിനു പുറമെ ചിലവ് വർദ്ധിച്ചതും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യങ്ങൾക്കിടെയാണ് ക്യാമ്പൽ രാജിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന ബോർഡിംഗ് മീറ്റിലാണ് ക്യാമ്പലിന്റെ രാജി അംഗീകരിച്ചത്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.